തെറിവിളിയുമായി പോലീസ് ഉദ്യോഗസ്ഥൻ. കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെ PRO ആയ മനോജാണ് തെറിവിളിച്ചത്. പരാതിയുടെ തുടർ നടപടികൾക്കായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയപ്പോഴായിരുന്നു തെറിവിളി. എനിക്ക് ഇന്നലെ പറയാനുള്ള സാവകാശവും ഇല്ലായിരുന്നു, എനിക്ക് അതിനുള്ള സിറ്റുവേഷനും അല്ലായിരുന്നു. ഈ സാറ് അവർക്ക് സപ്പോർട്ടായിരുന്നു സാറേ, അതുകൊണ്ട് തന്നെ ഇത്ര നേരം പറയാതിരുന്നു. ഈ സാറ് അവർക്ക് സപ്പോർട്ടായിരുന്നു. തെറി വിളിക്കണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്നാന്നറിയോ, അവളുടെ ചക്രത്ത് തന്നെ അവരുടെ വീട്. ഇത് വന്ന അന്ന് തന്നെ പരാതി കൊടുത്തത് അന്ന് തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഞാനൊരു നടപടി ഉണ്ടാക്കില്ലെന്നുള്ളത് എനിക്ക് അന്ന് വ്യക്തമായ കാര്യമാണ്. അന്ന് എനിക്ക് കറക്റ്റായിട്ട് വ്യക്തമായ കാര്യം. പിന്നെ ആരാ ചെയ്തത്? ഓടി നടന്ന വണ്ടി കച്ചവടമാക്കി അവർക്ക് പൈസ. സാറോട് പറഞ്ഞില്ലേ? അനൂപിന്റെ ഭാര്യ എന്നോട് പറഞ്ഞെന്നറിയോ? അനൂപിന്റെ ഭാര്യ, നിങ്ങൾ പൈസ കൊടുത്തില്ലേലും ഒരു കുഴപ്പവും ഇല്ലെന്ന് ഈ സാറിന്റെ പേരിനെ മനോജ് സാറ് പറഞ്ഞത്. ഷിനോജ് എസ് ടി വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഷിനോജിനൊപ്പം പരാതിക്കാരനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷിനോജ്, ഈ ചിങ്ങവനം പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ കുറച്ച് അധികമായിട്ട് ഇത്തരത്തിലുള്ള പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാവുന്ന തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ ഇടം പിടിക്കുകയാണ്. ഇതെന്തിനാണ് ഇത്രയും അഭിഷേകം? പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു വണ്ടി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പണമിടപാട് സംഭവത്തിൽ കുറിച്ചി സ്വദേശിയായിട്ടുള്ള വികാസ് എന്ന് വിളിക്കുന്ന അനൂപിന് 1,36,000 രൂപ എതിർകക്ഷിയിൽ നിന്ന് കിട്ടാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് തുടർ നടപടികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം സ്റ്റേഷനിലെത്തിയത്. ആ സമയത്താണ് സ്റ്റേഷനിലെ PRO ആയിട്ടുള്ള മനോജ് ഈ കുറിച്ചി സ്വദേശിയായിട്ടുള്ള വികാസിനെ തെറി വിളിക്കുന്നത്. എന്തായാലും വികാസ് തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ്. എന്തായിരുന്നു സത്യത്തിൽ ഈ സംഭവം? എനിക്കൊരു വാഹന സംബന്ധമായിട്ടൊരു ഇടപാടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. എനിക്ക് 5,18,000 രൂപയാണ് എനിക്കത് കിട്ടാനുള്ള എമൗണ്ട്. അതിൽ 1,36,000 രൂപ എനിക്ക് കിട്ടാനുണ്ട്. ബാക്കി പേയ്മെൻറ്റ് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ പോലീസ് വാങ്ങിച്ചു തന്നു. ഓക്കെ. അതിനുശേഷം 1,36,000 രൂപ എനിക്ക് വേണമെന്ന ആവശ്യപ്രകാരം ഞാൻ അവരെ സമീപിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ അന്ന് പിറ്റേ ദിവസം, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം എന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞ് ഈ മനോജ് PRO അദ്ദേഹം എന്നെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വരുത്തുകയും ചെന്ന് സംസാരിച്ച് തുടങ്ങി. കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം എന്നെ അസഭ്യം പറയുകയും മരിച്ചുപോയ എൻ്റെ അച്ഛനെ വെച്ച് പറയുകയും അങ്ങനെ ഒരുപാട് മോശപ്പെട്ട രീതിയിലുള്ളൊരു പെരുമാറ്റമാണ്. അത് ഞാൻ തന്ന വീഡിയോയിൽ നിങ്ങൾക്കത് മനസ്സിലാകും കണ്ടാൽ. പിന്നെ ഇത്രയും നാൾ ആ വണ്ടിയുടെ എനിക്ക് കിട്ടാനുള്ള ക്യാഷ് അതിനുവേണ്ടി 3 വർഷം 6 മാസം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു കൊടുത്തൊരു സഹായമാണ് ശരിക്കും പറഞ്ഞത്. അത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായാലും. ഈ തെറിവിളിക്കുന്ന സമയത്ത് ബാക്കി പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? സാറുമാരെല്ലാം ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്തുനിന്നും എനിക്ക് മോശമായിട്ടുള്ള ഒരു പ്രതികരണം എനിക്കുണ്ടായില്ല. ഈ ആളുടെ ഭാഗത്തുനിന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് വളരെ എന്നെ മാനസികപരമായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിലാണ് ആളുടെ പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം. നമ്മളൊരു സാധാരണപ്പെട്ട ഒരാൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ആശ്രയിക്കുന്ന എന്തിനാ? നമുക്ക് നീതി കിട്ടണം അല്ലേ? എനിക്കത് കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പോലും അദ്ദേഹം കേൾക്കാനായിട്ട് തുനിഞ്ഞില്ല. മനസ്സിലായോ? എനിക്ക് പറയാനുള്ള ഒരു കാര്യം അദ്ദേഹം കേട്ടിട്ടില്ല. അങ്ങനെ ഞാൻ പരാതി തന്ന കൊടുത്ത എതിർകക്ഷിയുടെ ഭാഗം ചേർന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹം എന്നോട് പെരുമാറിയത്. എതിർകക്ഷിയുമായി ഇയാൾക്ക് ബന്ധം? എതിർകക്ഷിയുടെ ഒരു റിലേറ്റീവ് റിട്ടയർ SI ആണ്. ചിങ്ങവനത്ത് തന്നെ റിട്ടയറായ SI ആയിരുന്നു. അദ്ദേഹവുമായി കണക്ട് ചെയ്താണ് മനോജ് ഇത്ര രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും ഇവർക്കാർക്കും കേൾക്കണ്ട. അവിടെ നിന്ന് മനോജിനെ കേൾക്കണ്ട, ഞാൻ പരാതിക്കാരുണ്ടായിരുന്നു അവർക്ക് കേൾക്കണ്ട. ഞാൻ അവരുടെ കാര്യം കാലി ഞാൻ പിടിച്ചു. എൻ്റെ പേയ്മെൻറ്റ് എനിക്ക് എൻ്റെ ക്യാഷ് എനിക്ക് എന്നെ തിരക്കാനോ എന്നെ അന്വേഷിക്കാനോ വേറെ ബന്ധുക്കാരായിട്ടില്ല, ആരും ഇല്ലാത്ത ഒരാളാണ്. അത് എന്നെ അറിയാവുന്ന കുറിച്ചിയിലെ ആൾക്കാരോട് ഈ അടുത്തിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് തീരുമാനം. ഞാനിതിന് എന്നെ മോശമായ രീതിയിൽ എന്നോട് സംസാരിച്ച മനോജ് PRO ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെ മനോജ് സാറിന് എതിരെ കോട്ടയം SP ക്കും അതുപോലെ തന്നെ കളക്ടർക്കും വേണ്ടി വന്നാൽ ഞാൻ പരാതി കൊടുക്കും.